താതയ്യം തെയ്യാറേ തെയ്യാരം ദേവി താതയ്യം തെയ്യാറേ താരകപ്പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുൻപേ കരിങ്കാളി തകർദിത്തം തോട്ടത്തിൽ പാത്തുമ്മ പ്രസവിച്ചു വളർഗായനൊരു. കലാസ്നേഹികളെ എല്ലാവർക്കും കലാഗ്രാമം വടമയുടെ നമസ്കാരം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് നാട്ടുകൂട്ടം കലാസമിതിയുടെ അമരക്കാരനായ ശ്രീ മനോജ് ഗുരുതിപ്പാലയാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് പോകാം. ചേട്ടാ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങളല്ലേ. എന്തായാലും മനോജേട്ടൻ്റെ ഒരു ആദ്യത്തെ ഒരു പാട്ടോട് കൂടിയിട്ട് നമ്മുടെ ഇന്നത്തെ അധ്യായം താതയ്യം തെയ്യാറേ തെയ്യാരം ദേവി താതയ്യം തെയ്യാറേ തെയ്യാരം ദേവി ഇത് യാരുടമ്മേ കിഴക്കൻ തിരു നടക്കാവ് ഇത് യാരുടമ്മേ കിഴക്കൻ തിരു നടക്കാവ് എന്റമ്മ പേരുക്കാവമ്മ കിഴക്കൻ തിരു നടക്കാവ് എന്റമ്മ പേരുക്കാവമ്മ കിഴക്കൻ തിരു നടക്കാവ്. ചേട്ടാ നമ്മള് ദേവിസ്തുതി കേട്ടു. ഇനി ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. മനോജന്റെ ഇപ്പോഴത്തെ പരിപാടികളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഇപ്പോഴത്തെ സീസൺ ഇപ്പൊ ഓണം വരുന്ന ഓണം സീസണിന്റെ റിഹേഴ്സൽ ക്യാമ്പ് തുടങ്ങി. അതുപോലെ ഡ്രസ് കോഡ് ഡ്രസ് മാറ്റി. പിന്നെ നമ്മുടെ പാട്ടുകൾ കുറെ പാട്ടുകൾക്ക് വ്യത്യാസം വരുത്തി. പുതിയ പാട്ടുകളൊക്കെ ഫീമെയിൽ പാട്ടിനെ കൂടുതൽ നമ്മൾ ഇത്തവണ ഓണ സീസണ് വരവേൽക്കാൻ കാത്തുവച്ചിരിക്കുന്നു. അതുപോലെ നമ്മുടെ കൂടെ ഉള്ള കൂട്ടാളികൾ നാട്ടുകൂട്ടത്തിലെ കൂട്ടാളികൾ 10-14 പേര് അവരാണ് നമ്മുടെ ബലം. ഒരു ടീം അവര് നമ്മുടെ കട്ടയ്ക്ക് നിൽക്കും. പഴയ കാലത്ത് ഞങ്ങൾ കൊട്ടും കളിക്ക് പോയ ഒരു ആചാരാനുഷ്ഠാന കല അവതരിപ്പിച്ച ഒരു കൂട്ടായ്മയിലൂടെയാണ് നാട്ടുകൂട്ടം നാടൻ കലാസമിതി വന്നത്. പഴയ ആളുകളാണ്. പഴയ ആളുകൾ എന്ന് വെച്ചാൽ ഒരു 10-20 കൊല്ലം മുന്നേ ഞങ്ങൾ നേർച്ചക്കോട്ട് പാട്ടിന് പോയ ആൾക്കാർ ഒത്തൊരുമിച്ച് കൂടി തീരുമാനിച്ച ഒരു ടീമാണ് നാട്ടുകൂട്ടം. ഇതിന്റെ പഴയ കലാരൂപങ്ങളാണ് നമ്മൾ ടീമിൽ കൂടിയാട്ടം, ഒട്ടമുടി കരിങ്കാലി, പാക്കറാറ് വേഷങ്ങളിൽ ഒട്ടമുടി കരിങ്കാലി, മാണി, തെയ്യം, കാളകളി ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ 2.5 മണിക്കൂർ പ്രോഗ്രാം. ഒരു 2.5 മണിക്കൂർ ആസ്വാദകർക്ക് എൻജോയ് ചെയ്യുന്ന രീതിയിലാണ് പാക്ക് ചെയ്തത്. അതുപോലെ നമ്മുടെ മനുഷ്യന്റെ കുറച്ച് പാട്ടുകൾ കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ടീം 2.5 മണിക്കൂർ അടിച്ചു പൊളിക്കണം. എല്ലാവരും പാട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും എല്ലാവരും അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ ടീമിന്റെ വിജയം. ഇപ്പൊ നാടൻ പാട്ടിനെ പറ്റി പറഞ്ഞു. അതുപോലെ മനോജേട്ടൻ ശാസ്ത്രപാട്ടിലും ഒരു ആശാനാണെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നാടൻ പാട്ടിനോടൊപ്പം തന്നെ ഈ ശാസ്താംപാട്ടും കൊണ്ടുപോകുന്നു നല്ല രീതിയിൽ. അപ്പോൾ ഈ ശാസ്താംപാട്ടിന്റെ ഒരു എൻട്രി അല്ലെങ്കിൽ ഈ ശാസ്താംപാട്ടിന്റെ ആ ഒരു ഹിസ്റ്ററി ഒന്ന് നമുക്ക് ശാസ്താംപാട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ശാസ്താംപാട്ടും നാടൻപാട്ടും കേട്ട് പഠിച്ചതാണ്. ശാസ്താംപാട്ട് നമ്മുടെ അച്ഛനും അപ്പൂപ്പന്മാരെ കാര്യം പാടുന്ന സമയത്ത് ചെന്ന് കേട്ടിരുന്ന് പഠിച്ചതാണ്. കേട്ടിരുന്ന് അവർക്ക് നമ്മൾ ചെന്നിരിക്കുന്ന ഒരു വിഷമം. അങ്ങനെ അവർ വെച്ച് നിനക്ക് പാട്ട് പഠിക്കണം പാട്ട് പഠിക്കണം എന്ന് പറഞ്ഞു. എൻ്റെ വല്യച്ഛൻ ഒരു ദക്ഷിണ വന്നു. ആ ദക്ഷിണ വെച്ച് ആദ്യമായിട്ട് ഹരിച്ചത് ഞാനാണ് പാടിയത്. അപ്പൊ ആശാനോട് പറഞ്ഞത് ഞാൻ പറഞ്ഞു തരുന്നത് നീ പാടാം എന്നാ പറഞ്ഞു. അന്ന് ആശാന്റെ ശിക്ഷണത്തിൽ ആൾ പറഞ്ഞു തന്ന പാട്ടുകൾ പഠിച്ചു. ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ ശാസ്താംപാട്ടിൽ നിന്ന് മാറി കഴിഞ്ഞുകൊണ്ട് പിന്നെ അവര് ആശാനെ കൊണ്ടുപോയി ടീം പാട്ടൊക്കെ പാടി കഴിഞ്ഞ് അവർ ടീമായപ്പോൾ ആശാൻ പെട്ടെന്ന് വയ്യാതെ വന്നു. അപ്പോൾ അതിന് ചുക്കാൻ പിടിക്കാൻ നാദനില്ലാത്ത കളി വട്ടക്കളി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നു നമുക്ക് പോകണം. ഞാനായിട്ട് ആശാനായില്ല, അവര് എനിക്ക് തന്ന സ്ഥാനമാണ്. അതിനു വേണ്ടിട്ട് അവര് തന്നതാണ് എനിക്ക് ശാസ്താംപാട്ടിലെ ആശാൻ പാട്ട്. ശാസ്താംപാട്ടിലെ ഒരു 2 ശീല് നമുക്ക് ആദ്യമായിട്ട് നമ്മൾ കാണുന്നു. ഓം നമോ നാരായണായ ഉടനെ സരസ്വതിയും തുണയ്ക്കലാവിന്റെ ഉണർവായ വേദം 4-ാം ഭൂതമഞ്ചം ഗാനനത്തിൽ വിളവിളങ്ങിയിടും ഗന്ധർവന്മാരും ഗുരുവിനും നിലഹയ്യന്റെ കഥകളെ കുറെ ചൊല്ലുവാ. കതിരവനുദിക്കും മുൻപേ ആൽത്തറായടിച്ചു തെളിച്ചു ചാണകനീർ തെളിച്ചു ചതുരത്തിൻ കയറുവാജി ചെന്തെങ്ങിൻ ഗുരുത്തോല കൊണ്ടരങ്ങുകൾ തൂക്കി വിളക്കെടുത്തു പൊടി തുടച്ചു വിളക്കിൽ എണ്ണ നിറയെ പകർന്നു അലക്കിയ നല്ല ശീല ചീന്തി അഴകിനാൽ തിരികൾ എഴുന്നിട്ടു ദീപവും കൊളുത്തി വെച്ച് അപ്പാടെ സരസ്വതിയും സുബ്രഹ്മണ്യനും ശാസ്താവും മാളികപ്പുറം മരുവിടും പൊന്നമ്മ ദേവി ലോകമാതാവും കൂടി സദസ്സിലേക്ക് എഴുന്നള്ളുന്നേ.
ആരെങ്കി ചെയ്ത പാണികൾ ജലം ചുരുട്ടികാരൻ പൂർണ്ണിശക്താമൻ ശക്തിയാലയും നടിയെന്ന് സാരമായി വന്ന് കരിപ്പതിന് തുണയ്ക്കണേ സരസ്വതിയുമായ മങ്കേ. എള്ളപ്പം ചുട്ടടയും പാലും തേനും വയറുനിറയോളം തരുന്നേ. പാരേഴും പുകൾ പൊങ്ങിയിടുന്ന ഒരു മായാമോഹിനി ചരിത്രത്തെ പാരാതെ ഇന്ന് കരിപ്പതിന് പരമശിവൻ പാദം കുമ്പിടുന്നേ. ഇത് മുഴുവൻ പാടാൻ കാരണം അച്ഛനെ ശ്രദ്ധിക്കാതെ നിർത്താൻ പാടില്ല. അമ്മയിൽ നിന്ന് തുടങ്ങി അച്ഛനെ അവസാനിക്കുകയാണ്. അതാണ് അത് അത്ര ഫുള്ളായിട്ട് പാടിയത്. മനോജേട്ടാ, ഒരു കല അഭ്യസിക്കുമ്പോൾ ഗുരുക്കന്മാരെ ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. അപ്പോൾ ശാസ്ത്രപാട്ടിലായാലും ശരി, നാടൻ പാട്ടിലായാലും മനോജേട്ടൻ്റെ ഗുരുവായ വ്യക്തികളെ പറ്റിയിട്ടൊന്ന് പറയാമോ? ഗുരു എന്ന് പറയുമ്പോൾ ആനപ്പാറയിലെ ഒരു അച്ചാച്ചൻ ആശാന ശാസ്ത്രപാടിൻ്റെയും നാടൻ പാട്ടിൻ്റെയും ആദ്യമായ ബാലപാഠം പഠിപ്പിച്ചത് അദ്ദേഹമാണ്. കുറുമ്പൻ എന്ന് പറയും. അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിലാണ് നമ്മൾ ശാസ്ത്രപാട്ട് പഠിച്ചത്. അതുപോലെ നാടൻപാട്ടിന്റെ കുറച്ച് വരികൾ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കുറുവേലി അമ്പലത്തില് പുത്തൂരൻ കണ്ടാരൻ എന്ന് പറഞ്ഞൊരു അച്ചാച്ചനായിരുന്നു. ആ അച്ചാച്ചന്റെ പാട്ടുകളാണ് കൂടുതലും എനിക്ക് ഇഷ്ടമായ പാട്ടുകൾ. അദ്ദേഹം തന്ന ഒരു പാട്ട് പാടിക്കൊണ്ടാണ് ഞാൻ നാടൻപാട്ടിലെ ബാലപാഠം തുടക്കം വെച്ചത്. അതുപോലെ തന്നെ നെല്ലായിലുള്ള പാട്ടുകാരൻ മണിച്ചേട്ടൻ, അപ്പുച്ചേട്ടൻ, അവർക്ക് മരണം പറഞ്ഞാലും അവരുടെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ അവരൊരു ആശാൻ ഗുരുക്കന്മാരുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തികളാണ്. നേരമിളക്കോളം, അതായത് സന്ധ്യയ്ക്ക് നമ്മൾ പുലർക്കാല പരിപാടി തുടങ്ങി പിന്നെ പിറ്റേ ദിവസം പുലർക്കാലം വരെ പാടുന്ന ആളുകളായിരുന്നു. അവരുടെ കൂടെയാണ് നമ്മൾ ഈ കല അഭ്യസിച്ചത്. അതുപോലെ തന്നെ നല്ലൊരു ആശാൻ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളാണ് ഇവർ നാലാൾ. അതുപോലെ നാടൻ പാട്ടില് ഗുരുക്കന്മാരായിട്ടുള്ള വ്യക്തികളെ പറ്റി നാടൻ പാട്ടിൽ ഗുരുക്കന്മാരാണ് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞത് അവരാണ്. ശാസ്ത്രപാട്ട് പഠിച്ചതും നാടൻ പാട്ട് പഠിച്ചത് ഫസ്റ്റ് ബാലപാഠം പഠിച്ചത് കുറുമ്പൻ എന്ന് പറയുള്ളൂ. കുറുമ്പൻ മാമനാണ് എന്നെ പഠിപ്പിച്ചത്. അതുപോലെ നാടൻ പാട്ട് പഠിക്കാൻ ഈ പറഞ്ഞാൽ ആഗ്രഹം വെച്ച് പോയി പല സ്ഥലത്തും സൈക്കിളിൽ പോയി ഇവർ പാടുന്നത് കേട്ട് പഠിച്ചതാണ്. അല്ലാണ്ട് ആരും എഴുതി തന്നല്ല, കേട്ട് പഠിക്കുകയായിരുന്നു. ശാസ്ത്രപാട്ടും ഒട്ടനവധി പാട്ടുകളും ഞാൻ കേട്ട് തന്നെ പഠിച്ചത്. അതുപോലെ നാടൻ പാട്ട് കുറുവേലി അമ്പലത്തില് കണ്ടാരച്ചൻ പാടുമ്പോൾ കേട്ടെന്ന് പഠിച്ചൊരു പാട്ടാണ്. അതിലൊരു 4 വരി വേണം ഞാൻ പാടാം. പണ്ട് കാലത്ത് മരണം സംഭവിക്കുമ്പോൾ ചാക്കാട് അടിക്കാണത്. ചാക്കാട് അടിച്ച് കേട്ടാലാണ് ഇനി ഇന്ന സ്ഥലത്ത് ഒരു മരണമുണ്ട് എന്ന് പറയുന്നത് പണ്ട് കാലത്ത്. അപ്പൊ ഈ അച്ഛനെ കാണാൻ മക്കൾ പോവാൻ പറ്റാത്ത, അസുഖം പിടിച്ചു കിടക്കുമ്പോൾ മക്കൾക്ക് പോവാൻ പറ്റാത്ത ഒരു വിഷമത്തില് മക്കള് ഒരു പാട്ടിലൂടെ അത് പറയുകയാണ്. പൂവാടി തങ്കേ അച്ഛനെ കാണാ പൂവാടി, പൂവാടി തങ്കേ അച്ഛനെ കാണാൻ പൂവാടി, അച്ചപ്പം കൊള്ളപ്പം നെയ്യപ്പം ഉണ്ടാക്കിട്ട് അച്ഛനെ കാണാൻ പൂവാടി, അച്ചപ്പം കൊള്ളപ്പം നെയ്യപ്പം ഉണ്ടാക്കിട്ട് അച്ഛനെ കാണാൻ പൂവാടി. ഈ പാട്ടുകൾ പാടുമ്പോഴും അവരുടെ കഷ്ടപ്പാടാണ്. അപ്പം അവർ പണി കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് പോകാനുള്ളൂ. അപ്പൊ അതിന്റെ അടുത്ത വരി ഇതാണ്: കുട്ടാടം പാടം ഉഴുതു മറിച്ച് അച്ഛനെ കാണാൻ പൂവാടി, കുട്ടാടം പാടം നെല്ല് വിളഞ്ഞ് അച്ഛനെ കാണാൻ പൂവാടി. അപ്പൊ അമ്മ പറയാണ്, ഇനി നമ്മക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അച്ഛൻ്റെ അടിയന്തരം കൂടാടി, ഇനി നമ്മക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അച്ഛൻ്റെ അടിയന്തരം കൂടാടി. ഈ പാട്ട് കുറുവേലിലുള്ള കണ്ടാരച്ഛനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പാടിയ പാട്ടാണ്. അദ്ദേഹം പാടുന്ന പാട്ടാണ്. ഇത് അദ്ദേഹത്തിന് മരണത്തിലും അദ്ദേഹത്തിന് സമർപ്പിക്കുകയാണ്. അതുപോലെ ഇപ്പോ കാളകളി, വട്ടമുടി അങ്ങനെയുള്ള കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. വട്ടമുടി, കാളകളി എന്ന് പറഞ്ഞാൽ കാളകളി നമ്മള് പഴയ ഒരു ആചാര അനുഷ്ഠാന കല. കാളയായി കെട്ടിയാടി വീടുകൾ തോറും വിത്തും വഴിപാടും കൊണ്ടുപോയി നേരം സന്ധ്യാസമയത്ത് കാവിൽ ചെന്ന്, കാവിൽ നിന്ന് നേരം പുലർക്കാലെ ദേവിയുടെ സാന്നിധ്യത്തിൽ ചെന്ന് പറന്നിറച്ച് വിത്തും വഴിപാടും മേടിച്ച് പോരാ എന്നൊരു കാളകളി സങ്കല്പമാണ്. അതാണ് കാളകളി സങ്കല്പം. അതിപ്പോ നമ്മുടെ സ്റ്റേജിൽ വരുമ്പോൾ അതിനൊരു ഷോ മാത്രമായിട്ട് ഒരു പാട്ടിൽ ഒതുക്കി നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ഒട്ടമുടി കരിങ്കാളി എന്ന് പറയുന്ന പാക്കാണ സമുദായത്തിലെ ആചാരാനുഷ്ഠാന കലയാണ്. മുല്ലത്തറയിൽ കെട്ടിയാടുന്ന അവരെ കാരണന്മാരായിട്ട് ഈ അനുഷ്ഠാനങ്ങളുടെ ഒരു നേർചിത്രം എന്നുള്ള രീതിയിൽ മാത്രമേ നമുക്ക് സ്റ്റേജിൽ മുഴുവൻ അനുഷ്ഠാനങ്ങൾ അവതരിപ്പിക്കാൻ കാവില് പറ്റുള്ളൂ. അത് കാവില് പറ്റുള്ളൂ, അതല്ലാതെ സ്റ്റേജിൽ പറ്റില്ല. സ്റ്റേജിൽ നമുക്ക് അതിനെ ഒന്ന് ആടിക്കളിക്കാം എന്ന ഒരു ആൾക്കാരെ കൊണ്ട് ഒരു ഇമ്പം മേടിക്കാൻ ഒരു ഷോ മാത്രമായിട്ട് ചെയ്യാവുന്നതാണ്. കാവിലാവുമ്പോൾ അത് അതിന്റെ തനത് കലയിൽ നറുക്ക് വെച്ച്, വെള്ളരി വെച്ച്, വിളക്ക് വെച്ച്, കാളയെ പൂജിച്ച്, വെള്ളം പുല്ലും വെള്ളം കൊടുത്ത്
അതിനെ പൂജിച്ച് മേടിച്ച് കഴുത്തിൽ മാലയിട്ട് അങ്ങനെയൊക്കെയാണ് അവിടെ കാവൽ സമ്പ്രദായം. അതല്ലാതെ നമ്മൾ ക്ഷേത്രത്തിൽ ചെയ്യുന്ന മാതിരി സ്റ്റേജിൽ ചെയ്യാൻ പറ്റില്ല. അത് അതും അങ്ങനെ തന്നെയാണ്. ഈ കാളകളി പോലെ തന്നെ വട്ടമുടി, കരിങ്കാളി ഇതൊക്കെ അവരുടെ ആചാരത്തിൽ വെള്ളം തവിടും വെള്ളം കൊടുത്ത് ദേവിയെ പ്രീതിപ്പെടുത്തി അത് കാർഷിക സംസ്കാരമായിട്ട് വളരെ ബന്ധമുള്ള കലാരൂപങ്ങളാണ് ഇതൊക്കെ. കളകളി എന്ന് പറയുന്നത് കാർഷിക കാള എന്ന് പറഞ്ഞാൽ അറിയാലോ, കാള നമുക്ക് കൊയ്യാനും കിളയ്ക്കാനും ഉഴുവാനും ഉദ്ദേശിക്കുന്ന രൂപത്തിൽ. അപ്പൊ അത് അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ. ഒരു നാടൻ പാട്ടിന്റെ ഒരു പാട്ട് കൂടി നമുക്ക് കാളയുടെ പാട്ട് തന്നെ നമുക്ക് പാടാം. കാളയോ കാളയോ കാളക്കിടവേ തെയ്താ, കാളയോ കാളയോ കാളക്കിടവേ തെയ്താ, ഇത് ആരുടമ്മേ കാളക്കിടവേ തെയ്താ, ഇത് ആരുടമ്മേ കാളക്കിടവേ തെയ്താ, ഈ നാട്ടിലെ കണ്ടാരന്റെ കാളക്കിടാവേ തെയ്താ, ഈ നാട്ടിലെ നാട്ടച്ഛന്റെ കാളക്കിടാവേ തെയ്താ. ഇതാണ് കാളയെ കുറിച്ചുള്ള പാട്ട്. വട്ടമുടിയുടെ ഒരു പാട്ട് നമുക്ക് പാടാം. വട്ടമുടി അവര് കെട്ടിയാടുന്നത് പുരാതന കാലത്ത് പാക്കനാർ മുറ്റത്ത് കൂണ് മുളച്ചു ദേവിക്ക് ഇരിക്കാൻ ഇരിപ്പിടം ചെയ്തപ്പോൾ മഴ കൊള്ളാതെ കൂണ് മുളച്ച് കട ചെരിഞ്ഞ് ദേവിയുടെ തലയിൽ വന്നിരുന്നു എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അതാണ് വട്ടമുടി എന്ന സങ്കല്പം എന്നാണ് നമ്മളോട് നമ്മുടെ അടുത്ത് പഴമക്കാർ രചിച്ചേട്ടൻ, നമ്മുടെ തൊട്ടയൽക്കത്ത് പേരൂർക്കാവിലെ ആചാര അനുഷ്ഠാന കല അവതരിപ്പിക്കുന്ന ആള് നമ്മളോട് അവിടെ പാടാൻ പറ്റുന്ന ആൾക്കാർ പറഞ്ഞൊരു കഥ അതാണ്. അപ്പൊ നമുക്ക് ആ വട്ടമുടിയുടെ ഒരു പാട്ട്, അതായത് കരിങ്കാളിയുടെ പാട്ട്, രണ്ടും പാട്ടും ഒന്നാണ്. അപ്പൊ വട്ടമുടിയുടെ പാട്ട് ആണെങ്കിൽ കരിങ്കാളി. ആതിരാതീരേ അതിരാറു ദേവകളെ അതിനെന്താണിത്തറ നേരം വൈകി, ആതിരമാതിരേ അതിരാറു ദേവകളെ അതിനെന്താണിത്തറ നേരം വൈകി, ആതിരാതീരേ അതിരാറു ദേവകളെ അതിനെന്താണിത്തറ നേരം വൈകി, ആതിരമാതിരേ അതിരാറു ദേവകളെ അതിനെന്താണിത്തര നേരം വൈകി. അതാണ് പാക്കനാർ സമുദായത്തിലെ പാട്ടുകൾ. പിന്നെ ഒട്ടനവധി പാട്ടുകളുണ്ട്. മരം കൊട്ടിപ്പാടുന്ന പാട്ടുകളാണ്. അവരുടെ മരം വീക്കുചെണ്ട് ഉപയോഗിച്ചാണ് അവർ പാട്ട് പാടുന്നത്, കൊട്ടുന്നതും. അതായത് അവരുടെ ആ താളത്തിനും മേളത്തിനും വടക്കൻ താളം, തെക്കൻ താളം, അങ്ങനെ കുറേ താളങ്ങൾ. നമുക്ക് പുലയ സമുദായത്തിൽ ആകെ 2 താളങ്ങളേ ഉള്ളൂ. അവരുടെ സമുദായ പാക്കനാർ മേളത്തിൽ ഒട്ടനവധി താളവിസ്മയങ്ങളുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രോഗ്രാമുകള് കൂടാതെ തന്നെ മനോജേട്ടൻ എങ്ങനെയാണ് ബാക്കി ഉപജീവനവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് 2-3 സീസൺ പ്രോഗ്രാം ഉണ്ട്. കാരണം നാടൻ ഓണ സീസൺ, ഉത്സവ സീസൺ കഴിയുമ്പോൾ നമുക്ക് ശാസ്താംപാട്ടിന്റെ അപ്പൊ അത് കഴിയുമ്പോൾ നമുക്കൊരു 5-6 പശുക്കളൊക്കെ ഉണ്ട്. ഞങ്ങള് ഫാമിലി ആയിട്ട് തന്നെ എല്ലാം ഭാര്യയും ഞാനും ഒന്നിച്ചാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അവിടെ ഞാനൊരു പശുവിനെ കറക്കും, പശുവിന് കൊടുക്കും. അങ്ങനെ ഒരു ചെറിയൊരു വരുമാനത്തിലാണ് പിന്നത്തെ ജീവിതം അവിടെ മുന്നോട്ട് പോകുന്നത്. പിന്നെ വീട്ടിലെ വിശേഷം എന്ന് പറഞ്ഞാൽ എനിക്ക് 2 മക്കളാണ്. 2 മക്കള് 2 പെൺകുട്ടികളാണ്. ഒരാളെ വിവാഹം കഴിഞ്ഞ് ചെറായിരിക്കാണ്. അദ്ദേഹം ഇതേപോലെ തന്നെ എന്റെ മൂത്ത മകളൊരു കലാകാരിയാണ്, പാട്ടും പാടും. അതുപോലെ ഇപ്പൊ ഒരു ചെറായിലൊരു ഓണങ്ങൾ ടീം സ്വന്തമായിട്ട് ആള് റിഹേഴ്സൽ കൊടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. ആളുടെ പേര് അമ്മൂസെന്ന് വിളിക്കുന്നത്, അഖില എന്നാണ് പേര്. രണ്ടാമത്തെ കുട്ടിയുടെ പേര് അയന എന്നാണ്. അദ്ദേഹം ജോലിക്കായിട്ട് അദ്ദേഹവും പാട്ട് പാടും. കാരണം നമ്മുടെ മക്കളായത് നമ്മുടെ ഒരു വാസന അവർക്കുണ്ടാവില്ല. അവർ 2 കൂട്ടരും പാടും. എന്റെ ടീമിൽ അവര് പാടാൻ വന്നിട്ടുണ്ട്. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് മൂത്തോള് മാറിപ്പോയിക്കുന്നു. പിന്നെ രണ്ടാമത്തോള് കൂടെ കല്യാണം ആലോചിക്കുന്നു. അങ്ങനെ ഉള്ളതാണ് നമ്മുടെ ജീവിതം, നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അതാണ്. വൈഫ് വീട്ടിൽ തന്നെ, വൈഫ് വീട്ടിലെ പണികളും പിന്നെ നമ്മുടെ വീട്ടമ്മയാണ്. വീട്ടു ജോലിയൊക്കെ ആയിട്ട് ആള് നിൽക്കുന്നു. അപ്പൊ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് നമ്മൾക്കൊപ്പം ചേർന്ന ശ്രീ മനോജ് ഗുരുതിപ്പാലയ്ക്കും അദ്ദേഹത്തിന്റെ ടീമായ നാട്ടുകൂട്ടം കലാസമിതിക്കും കലാഗ്രാമം ഉടമയുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ മനോജേട്ടന്റെ ഒരു പാട്ടോട് കൂടിയിട്ട് നമുക്ക് ഇന്നത്തെ അധ്യായം അവസാനിപ്പിക്കാം.
അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു പാട്ടോട് കൂടി ഇത് അവസാനിപ്പിക്കാം. അതിനു മുൻപായി ഈ ഇങ്ങനെ ഒരു അവസരം ഇവിടെ ഒരുക്കിയ വിടമ കലാഗ്രാമത്തിനും എൻ്റെ നാട്ടുകൂട്ടം നാടൻ കലാസമിതിയുടെ മുഴുവൻ അണിയറ പ്രവർത്തകർക്കും വേണ്ടി, അതുപോലെ ഇത് കാണുന്ന പ്രേക്ഷകർക്കും വേണ്ടി ഞാൻ 4 വരി ഗാനം താരകപ്പെണ്ണാളെ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിക്കുകയാണ്. താരകപ്പെണ്ണാളെ കതിരാടുമിഴിയാളെ തമ്പുരാനെത്തിടും മുൻപേ കരിങ്കാൾ കോറ പറിച്ചാട്ടെ. താരകപ്പെണ്ണാളെ കതിരാടുമിഴിയാളെ തമ്പുരാനെത്തിടും മുൻപേ കരിങ്കാരൻ കോറ പറിച്ചാട്ടെ. തകതകതാത്തിനും തകത്തെയ്താരാ തകതിനും തകത്തെയ്താരാ താത്തിനും തകത്തകതിനും തകത്തകതിനും തകത്തെയ്താരാ താത്തിനും തകത്തെയ്താരാ തകതിനും തകത്തെയ്താരാ താത്തിനും തകത്തകതിനും തകത്തകതിനും തകത്തെയ്താരാ. കണ്ടം പൊട്ടിയടിക്കാം കരിമ്പാറക്കരങ്ങളുണ്ട്, ഉള്ളം കോരിക്കോരി ഉള്ളം കിടുങ്ങാത്ത വേലക്കിടാങ്ങളുണ്ട്. കണ്ടം പൂട്ടിയടിക്കാം കരിമ്പാറക്കരങ്ങളുണ്ട്, ഉള്ളം കോരിക്കോരി ഉള്ളം കിടുങ്ങാത്ത വേലക്കിടാങ്ങളുണ്ട്. തകതകതാത്തിനും തകത്തെയ്താര തകതിനും തകത്തെയ്താര താത്തിനും തകത്തകതിനും തകത്തകതിനും തകത്തെയ്താര താത്തിനും തകത്തെയ്താര തകതിനും തകത്തെയ്താര താത്തിനും തകത്തകതിനും തകത്തകതിനും തകത്തെയ്താര.